കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യ നിമിഷങ്ങൾ. ആമേൻ. നന്നായിട്ട് അതിനെ യൂസ് ചെയ്യുക. സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, ആമേൻ, ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആമേൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ നിമിഷവും ശക്തിയോടെ തന്നെ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അന്യഭാഷകളിൽ ആരാധിക്കുകയും അതിനുശേഷം ദേശങ്ങൾക്ക് വേണ്ടിയും പട്ടണങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തന്നു. ഇനി അല്പസമയം ദൈവവചന കേൾവിക്കായിട്ട് നമ്മളെ തന്നെ ആമേൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക വചനചിന്തയാണെന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് നൽകപ്പെട്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത്: ഹാവ് ഐ നോട്ട് കമാൻഡഡ് യു, ബി സ്ട്രോങ് ആൻഡ് കൊറേജസ്, ഡു നോട്ട് ബി അഫ്രൈഡ് ആൻഡ് ഡു നോട്ട് ബി ഡിസ്മേഡ്, for the Lord your God is with you wherever you go. Amen. സ്തോത്രം. നീ പോകുന്നിടത്തൊക്കെ, നിന്റെ യാത്രകളിലൊക്കെയും, കുടുംബജീവിതത്തിനകത്ത്, തലമുറകളുടെ വിഷയത്തിനകത്ത്, ആമേൻ, എവിടെയൊക്കെയാണോ നാം പോകുന്നത്, എവിടെയൊക്കെയാണോ നമ്മൾ ഹൃദയത്തെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സകല വിഷയത്തിൻ്റെ അകത്തും ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും. ആമേൻ. പക്ഷെ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ആമേൻ, ഭയപ്പെടരുത്. സ്തോത്രം. അതിനകത്ത് ഭയപ്പെടരുതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആമേൻ, ശത്രു അതിനകത്ത് കയറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ പോകുന്നതിന് മുന്നമേ, ആമേൻ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാനിരതരായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക. ഇതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രഭാത സമയത്ത് കർത്താവ് നമ്മളോടൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ചിന്ത നമ്മളെ അറിയിപ്പിച്ചു. ആമേൻ. അത് ഒത്തിരി അനുഗ്രഹമായിരുന്നു. നനച്ചിരിക്കാത്ത നേരത്താണ് ചില കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ യോശുവയുടെ പുസ്തകത്തില്, ആമേൻ, യോശുവയും മോശയും ഒരുമിച്ച് ഹോരേബ് പർവ്വതത്തിലേക്ക് കയറി പോകുമ്പോൾ മോശയോട് ദൈവം സംസാരിക്കുകയാണ്, നീ തനികയാണ് എൻ്റെ അരികിലേക്ക് വരേണ്ടത്. എന്ന് വെച്ചാൽ നിന്റെ കൂടെ ഇനി മറ്റാരും വരണ്ട. എന്നാൽ പകുതി വഴി വരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതി വഴി വരെയും, അതിന്റെ ഹാഫ് സ്റ്റേജ് വരെയും തൻ്റെ കൂടെ യാത്ര ചെയ്തവനാണ് യോശുവ. ആ സമയത്താണ് യോശുവയോട് മോശ പറയുന്നത്, നീ ഇവിടെ ഇരിക്കുക. അല്പസമയമൊന്നുമല്ല, 40 ദിവസമാണ് ഒരാൾ മുകളിലും ഒരാള് പകുതി ഭാഗത്തും ഇരുന്നത്. ഒരു ഹാഫ് സ്റ്റേജിലാണ് യോശുവ ഇരിക്കുന്നത്. രണ്ടുപേരും ഒരേപോലുള്ള, എന്നാൽ മോശയെ മഹത്വത്തിനകത്തേക്ക് ദൈവം നിർത്തിയപ്പോൾ
യോശുവ ഇരുന്നത് അതുപോലെ അതിനെക്കാട്ടിലും വലിയ കഠിനതയുള്ള സ്ഥലത്താണ് ഇരുന്നത്. തന്റെ കൂടെ വന്ന വ്യക്തിത്വം മോശ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് താനും അവിടെ ഇരുന്ന് തന്നെ, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം യോശുവയെയും അവിടെ ബ്ലസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് അവിടെ പറയുന്നത് കേട്ടോ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ആമേൻ. ഇന്ന് പകല് കർത്താവിനോട് പറയണം, കർത്താവെ, എനിക്ക് ആ ഒരു ഉറപ്പും ധൈര്യവും, എനിക്ക് അങ്ങയുടെ കൂടെയുള്ള യാത്രയിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നാലും, ആമേൻ, അങ്ങയെ വിട്ടുള്ളൊരു ജീവിതം, അങ്ങയെ ആമേൻ മറന്നുള്ള ഒരു ലൈഫ് എൻ്റെ ജീവിതത്തിനകത്തിൽ ഉണ്ടാകത്തില്ല എന്ന് ആമേൻ സ്തോത്രം നാം കർത്താവിനോട് പ്രോമിസ് ചെയ്തിരിക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അതൊരു ആമേൻ എൻകറേജിങ്ങിന്റെ വേർഡാണ്. അതുകൊണ്ട് തന്നെയാണ് യോശുവയോട് തന്നെ യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത്, നീ നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശത്തൊക്കെയും ആമേൻ ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. അത് ഐ തിങ്ക് 3-ാം അധ്യായം അതിന്റെ 15 അതിൽ, അതെ, 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരുഷന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതിന് ആ ഒരു ഭാഗത്ത് അത് പറയുന്നതിന് മുന്നമേയാണ് ആമേൻ സ്തോത്രം യോശുവയോട് പറഞ്ഞു, നിന്റെ ഉള്ളംകാലി ചവിട്ടുന്ന ദേശമൊക്കെയും നീ, ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ, 1 സെക്കൻഡ്. എനിക്ക് തോന്നുന്നത് 15 തോന്നുന്നു. ഞാൻ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തില് ആമേൻ ഞങ്ങൾ ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ ബ്ലെസ്സിംഗ് ആയി തീരുവാനായിട്ട് കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ ആ ഭാഗം പിന്നീട് അത് പറയാൻ ഒരിക്കൽ, കാരണം എനിക്കത് ഓർമ്മ വരുന്നില്ല. പക്ഷെ വേർഡ് ഇങ്ങനെയാണ്, നിന്റെ ഉള്ളംകാലി ചവിട്ടുന്ന, എല്ലാവർക്കും അറിയാവുന്നല്ലോ, നിന്റെ ഉള്ളംകാലി ചവിട്ടുന്ന ദേശമൊക്കെയും ആമേൻ ഞാൻ നിനക്ക് അമ്മ സ്വന്തമായി തരുമെന്ന് പറഞ്ഞു. അപ്പം യോശുവയോട് അങ്ങനെ ഒരു പദം പറയണമെന്നുണ്ടെങ്കിൽ ആമേൻ യോശുവയുടെ ജീവിതവും ആമേൻ ദൈവത്തോടുള്ള ഒരു കണക്ഷൻ എത്രത്തോളം വലുതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ എന്നാണ് പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അതിന്റെ തൊട്ട് മുകളിൽ ഒരു വാക്യം കിടപ്പുണ്ട്, 8-ാമത്തെ വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ദിസ് ബുക്ക് ഓഫ് ദ ലോ മസ്റ്റ് നോട്ട് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത്. ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആമേൻ, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ഇന്നലെ പകൽ സമയം ഞാനിങ്ങനെ അല്പസമയം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് തുടങ്ങി. ഒത്തിരി സമയം ഇരുന്നു. ആമേൻ. ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലരെയും, ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ദൈവദാസനും ഒരു സഹോദരി ചോദിക്കുന്ന, പ്രാർത്ഥന എന്നാൽ എന്താണ്? അപ്പം ദേവദാസൻ ഇങ്ങനെയാണ്, ഒരു ഫാദറാണ്, അദ്ദേഹം പറയുന്നത് റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ആമേൻ, സ്തോത്രം.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നടന്ന് പ്രാർത്ഥിക്കും, നിന്ന് പ്രാർത്ഥിക്കും. നോ, നമ്മൾ ദൈവസന്നിധിയിൽ അപ്പന്റെ അരികിൽ ഇരിക്കണം, ദൈവശബ്ദം കേൾക്കണം. ആമേൻ. പഴയ നിയമ പുസ്തകം അവസാനിച്ച് മലാഖിയിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ വേദപുസ്തകം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു വെള്ള ഷീറ്റ് സെന്ററിൽ വെച്ചിട്ടുണ്ട്. 400 വർഷം ദൈവശബ്ദമില്ലാത്ത വർഷമാണ്. 400 സംവത്സരം. അതിനുശേഷമാണ് ആമേൻ ഒരു ദൈവശബ്ദം ആരംഭിക്കുന്നത്. ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാനും ചോദിക്കാനും ഒരൊറ്റ മനുഷ്യനില്ലാത്ത കാലഘട്ടം. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തില് ആമേൻ ദൈവമക്കളോടായിട്ട് പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ കയറിയിരിക്കുന്നവരായി തീരണം. ആമേൻ. പെട്ടെന്നങ്ങ് ലഭിക്കത്തില്ല കേട്ടോ, പെട്ടെന്നങ്ങ് ലഭിക്കത്തില്ല. ആമേൻ. അതിന് വില കൊടുക്കണം. വില കൊടുത്ത് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ എൻകറേജ് ചെയ്യുകയാണ് നിങ്ങളെ, ദൈവശബ്ദത്തിന് വേണ്ടി ആമേൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം മറക്കുക, എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ ആത്മീക ലൈഫ് അപ്ഗ്രേഡേഷൻ സംഭവിക്കുന്നത്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു. എവിടെയൊക്കെയാണ് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പലരുടെയും ജീവിതത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. ആമേൻ. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നു. പലരും ഇന്ന് കാണുന്നില്ല. എന്റെ കാര്യം എന്താ വെച്ചാൽ അവർ പറയുന്നത്, ഞാൻ എന്റെ പേഴ്സണൽ പ്രയറിലേക്ക്, ഓക്കെ, പേഴ്സണൽ പ്രയറിൽ പോകുന്നത് നല്ലതായിരിക്കും, ഞാൻ ഒന്നും പറയത്തില്ല അതിനെ കുറിച്ച്. പക്ഷെ പലർക്കും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനും മടിയാണ്. ആമേൻ. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ടെന്ന് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷകളിൽ ആമേൻ ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ ആമേൻ കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. കൂട്ടായിട്ടുള്ള ഒരല്പസമയം ദൈവവചനം ശ്രവിക്കുകയും ചിലതൊക്കെ നമുക്ക് അറിയാൻ കഴിയണം. ആമേൻ. ഞാൻ ഇന്നലെ ഒരു ദൈവദാസനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പദം പറഞ്ഞു അന്നേരം, ആമേൻ, ഒരു കോഴി 21 ദിവസം ആമേൻ ഉപവസിക്കാൻ കയറും. എന്താണെന്നറിയാമോ? അത് മുട്ടയും വെച്ചിട്ട് 21 ദിവസം ഇരിക്കും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കോഴിക്കുഞ്ഞ് വളരണമെന്നുണ്ടെങ്കിൽ അതിന് ചൂട് കിട്ടണം. മുട്ടയ്ക്ക് ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ അത് വളരത്തുള്ളൂ. ചൂട് കിട്ടി വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കോഴി ഒരു ഇത്ര ടൈം മാത്രമേ അത് പുറത്തു പോകത്തുള്ളൂ. ഒരല്പ ടൈം മാത്രമേ അത് പുറത്തു പോകത്തുള്ളൂ. പെട്ടെന്ന് ഓടി വന്നിട്ട് പിന്നെയും ആ മുട്ടയുടെ മുകളിൽ അതിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനറിയാം ഇത്ര ടൈമാണ് അതിന്റെ ചൂട് നഷ്ടപ്പെടാതിരിക്കുന്നത്. ആ ചൂട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആമേൻ അതിനറിയാം, അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ആകുന്ന സ്ഥലങ്ങളിലൊക്കെ ആമേൻ അസ്വസ്ഥതകൾ തുടങ്ങും. ഞാൻ ഈ പറയുന്ന ദൂത് നിങ്ങൾ പിടിച്ചോണം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുട്ടയുടെ അതിനകത്തൊരു ജീവന്റെ തുടിപ്പ് ആരംഭിച്ചു കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷനുകൾ ആരംഭിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ മഞ്ഞ കരുവിനകത്തിൽ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വളർന്നു വരുന്ന ഒരു മുട്ടയുടെ അകത്ത് ഒരു ബ്ലഡിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. അവിടെ നിന്ന് അതിന്റെ വെയിൻസ് സ്റ്റാർട്ട് ചെയ്യും.
ഇത് ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇത് പടർന്ന് അതിൻ്റെ എല്ലാ അവയവങ്ങൾ അത് സൃഷ്ടിക്കപ്പെടുത്തു. അപ്പൊ ഇത് കോഴിക്കറിയാം, ഇത് കോഴിക്കറിയാം. അപ്പൊ കോഴി ഇത് കറക്റ്റ് ടൈം ടു ടൈം അതിനകത്ത് വന്നിരിക്കും. ചൂട് നഷ്ടപ്പെടരുത്. ആമേൻ, സ്തോത്രം. ഇതെന്താ കാര്യം എന്നറിയാമോ? ആമേൻ, കോഴിക്കകത്തൊരു വിശ്വാസമുണ്ട്. ഞാൻ ഇതിന്റെ മുകളിൽ ഇരുന്നാൽ ആമേൻ ഇതിനകത്തു നിന്നൊരു ജനനം സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് കയറി ഇരുന്നാൽ ഒരു ജനനം സംഭവിക്കും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഒരൊറ്റ വേർഡാണ്. ആമേൻ, ദൈവസന്നിധിയിൽ കയറിയിരുന്നാൽ ചില ജനനങ്ങൾ സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ഇതിനെ പിടിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ, ജനനം സംഭവിക്കണോ? ആമേൻ, ദൈവസന്നിധിയിൽ കയറിയിരിക്കണം, ദൈവ സാന്നിധ്യവുമായി കയറിയിരിക്കണം. പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ആമേൻ, ഹല്ലേലൂയ. കുത്തുവാക്കുകൾ കേൾക്കും. എന്തൊക്കെ കേട്ടോ, ആമേൻ, നീ ഭയപ്പെടേണ്ട. കാരണം എന്താണെന്നറിയാമോ? നീയും ദൈവവുമായിട്ടുള്ള കണക്ഷനകത്തിലേക്ക് കയറുന്നത്. നാളെ നിന്നെ ആമേൻ ദൈവം എവിടെയാണ് ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പുറത്ത് നിൽക്കുന്നവർക്ക് അറിയത്തില്ല. ആമേൻ, നീയും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തിലേക്കാണ്. ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് പറയുന്നു, റിലേഷൻഷിപ്പിനകത്തിലേക്ക് കയറ്. ആമേൻ, ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ ഉയർത്തുന്ന ദിവസങ്ങളായി തീരുമെന്ന് ആമേൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് പറയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവേ, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവയിരിക്കുക. അപ്പൊ ഉറപ്പും ധൈര്യത്തിന്റെ കാര്യം മനസ്സിലായോ? കൂടെ ഉണ്ട്. കൂടെ ഉള്ളത് കൊണ്ടാണ് ഉറപ്പും ധൈര്യവും ഉള്ളത്. ആമേൻ, സ്തോത്രം. അപ്പോൾ നമുക്ക് ഭയപ്പെടാതെ ശക്തിപ്പെട്ടു നിൽക്കുക ദൈവരാജ്യത്തിന് വേണ്ടി. 1 കൊരിന്ത്യർ ആമേൻ അതിന്റെ 16-ാം അധ്യായം, 1 Corinthians chapter 16 verse 13. ആമേൻ, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. Watch, stand firm in the faith, be courageous, be strong. Amen. Hallelujah. മനസ്സിലായോ? ഉണർന്നിരിക്കണം എപ്പോഴും. സ്തോത്രം. വിശ്വാസത്തിൽ നിലനിൽക്കണം, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. ഈ യേശു കർത്താവ് ആമേൻ പ്രാർത്ഥിപ്പാനായിട്ട് മലമുകളിലേക്ക് കയറി പോകുമ്പോ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പിൻ. അവരെ കൊണ്ടുപോയത് 3 പേരെയാണ് അവരെ കൂടുതലും യേശു കർത്താവ് കൂടെ കൊണ്ടു നടന്നത്. യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഈ 3 പേരെ ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിക്കുകയും അവരെ തന്റെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, പക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കണം. പഠിപ്പിക്കുമായിരുന്നു, കൂടെ നിർത്തുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് മോശയുടെ കൂടെ യോശുവയെ നിർത്തിയത്. ആമേൻ, പല കാര്യങ്ങളും പഠിപ്പിച്ചു. കാരണം നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നെക്സ്റ്റ് ജനറേഷൻ, യോശുവയുടെ ഒരു ജനറേഷന് വേണ്ടി ആമേൻ കർത്താവ് മോശയുടെ കൂടെ നിർത്തി യോശുവയെ. ആമേൻ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവനെ അതിന്റെ മഹത്വം അറിയാൻ കഴിയത്തുള്ളൂ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. കർത്താവ് നമ്മളോട് പറയുന്നു, ഉണർന്നിരിക്കണം, പ്രാർത്ഥിക്കണം. ആമേൻ, വിശ്വാസത്തിൽ നിലനിൽക്കണം. ഗ്ലോറി കണ്ടതാണ് ഈ 3 പേരും. ഗ്ലോറി കണ്ടതാണ് മോശ, കർത്താവ്, ആമേൻ, ഏലിയാവ്. ഈ 3 പേരുടെയും 2 പേരുടെയും നടുവിൽ യേശു രൂപാന്തരപ്പെട്ടത്, അല്ലെങ്കിൽ ആ ശരീരം ആമേൻ വെള്ള വസ്ത്രം പോലെ തിളങ്ങി നിൽക്കുന്നത് കണ്ടവർ ആമേൻ പിന്നീട് പതറിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? ഇത് അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടു, പക്ഷെ അവർക്ക് ഒരു സംഭവം ഇല്ലായിരുന്നു. അവരുടെ ഹൃദയത്തിനകത്തില് വിശ്വാസത്തിന്റെ ആ ഒരു സംഭവം അവർക്ക് വിട്ടുപോയി.
അവർക്ക് കൂടുതൽ കൂടുതൽ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്കിത് കാണാൻ കഴിയും, ഇതിന്റെ വലിപ്പം എന്താണെന്നുള്ളത് കാണാൻ കഴിയും. പക്ഷെ അവര് ശ്രദ്ധിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളോട് ഞാൻ പറയുന്ന ഏക കാര്യമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. കർത്താവുമായിട്ടുള്ള നല്ല ഒരു റിലേഷൻഷിപ്പിനകത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കയറാം. ആമേൻ. പ്രാർത്ഥനയുടെ അടുത്ത ഒരു തലത്തിനെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യർ എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ആമേൻ, ഹല്ലേലൂയ. ഒടുവിൽ, finally my brethren, be the strong in the Lord and the power of his might. ആമേൻ. ഒടുവിൽ എന്തിനാണെന്നറിയാമോ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ പ്രാർത്ഥനയുടെ അധികാരത്തിനകത്തിലേക്ക് കയറുന്ന നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുമുണ്ട്. പക്ഷെ അതിനകത്ത് പിടിച്ച് കയറുവാൻ തക്കവണ്ണമുള്ള, കർത്താവ് പറയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും, അവന്റെ അമിത ബലത്തിലും, സ്ട്രോങ് ഇൻ ദ ലോർഡ്, അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ദ പവർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് ശക്തമായിട്ട് ഇടപെടുകയാണ്. ആമേൻ. അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, ഈ ആരാധനയുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ റൂട്ട് മാറ്റിവിടുന്ന, ആമേൻ, റൂട്ട് തിരിച്ചുവിടുന്ന, ആമേൻ, പ്രതികൂലങ്ങൾക്കകത്തിലേക്ക് കയറിപ്പോകാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് ആഴത്തിൽ കയറുക ഇന്ന് പകലിൽ. ഹല്ലേലൂയ. കർത്താവ് ഒരാളെ ഉയർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, അവനെ പിന്നെ ആർക്കും തൊടാൻ കഴിയത്തില്ല. അതിന്റെ ഏക ഉദാഹരണമാണ് യോശുവ. സ്തോത്രം. മോശ കനാൻ ദേശം കണ്ടില്ല, ദൂരെ നിന്നേ കാണാൻ പറ്റിയുള്ളൂ. സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് എല്ലാരെയും എത്തിച്ചവിടെ. പക്ഷേ അതിന്റെ അകവശം അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഉൾവശം കാണുവാൻ കഴിഞ്ഞില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ യോശുവയോട് പറഞ്ഞു, നിന്റെ ഉള്ളം കാലി ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് സ്വന്തം. ഇന്ന് പകലിൽ ഞാൻ ഈ ദൂതിനെ കൈമാറ്റം ചെയ്യുന്നു. നിന്റെ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് സ്വന്തം. അതിനകത്ത് ചിലത് നീ പ്രാപിച്ചെടുക്കും. ഹല്ലേലൂയ. അതിനകത്ത് നീ ചിലതിനെ ഉയർത്തും. ഹല്ലേലൂയ. അതിനകത്തു നിന്നും, ആമേൻ, ഹല്ലേലൂയ, ചില നന്മകൾ പ്രാപിച്ചു നീ പുറത്തു വരും. ഒരു ശക്തിക്കും നിന്നെ തകർത്ത് കളയുവാനോ നിന്നെ മുടിച്ചു കളയുവാനോ കഴിയത്തില്ല എന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുകയും അതിനെ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്താൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ആ ശക്തനായ ഒരു ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 2 തീമോഥെയോസിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലൂടെ വായിച്ചു ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. വാക്കുകൾ ശ്രദ്ധിക്കണം. നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. This is a faithful saying, for if we died with him, we will also live with him. നാം അവനോട് കൂടെ മരിച്ചു, യേശുവിനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. യേശു ജീവിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനോട് കൂടെ ജീവിക്കും. ഹല്ലേലൂയ. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. യേശു മരിക്കുന്നതിന് മുമ്പ് അടിയും സഹനത്തിന്റെ ശക്തികളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദേഹം മുഴുവനും ഉഴവുചാല് പോലാക്കി അവസാന തുള്ളി രക്തം വരെയും വലിച്ചെടുത്തു. പിശാചിന്, ആമേൻ, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യേശുവിന്റെ കാൽ കീഴിൽ അവന്റെ തല അമർന്നു. യേശുവിന്റെ കാൽ കീഴിൽ അവന്റെ തല അമർന്നു. ഇനി അവനെ ചലിക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ ഒതുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നാം അവനോട് കൂടെ മരിച്ചു, സ്നാനപ്പെട്ടു, വെള്ളത്തിലിറങ്ങി,
ആമേൻ. അവനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത പദം കൂടെ അതിനകത്ത് പറയുന്നത് ഞാൻ ചേർത്ത് വായിച്ചേക്കാം നിങ്ങളുടെ ഒരു ഓർമ്മയിലേക്ക്. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്ന തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ആമേൻ. സ്തോത്രം. ഈ പ്രഭാതത്തില് യോശുവയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം കേട്ട ദൈവശബ്ദം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നിന്നതിനായിട്ട് നന്ദി. കർത്താവേ, അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. അവരുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ ഭയത്തിന്റെ ആത്മാവും ആമേൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവരെ തടഞ്ഞു വെക്കുന്ന, അവരെ അതിനകത്തു നിന്നും പിന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സകല ദുരാത്മാവിന്റെ മണ്ഡലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഒഴിയപ്പെടട്ടെ. പുതിയ വഴികളെ തുറക്കപ്പെടട്ടെ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടണം. ആത്മാവിന്റെ ചലനങ്ങൾ ഇന്ന് പകലിൽ സംഭവിക്കട്ടെ. എവിടെയാണോ തകർക്കപ്പെട്ടത്, ഏതു മേഖലയ്ക്കകത്താണോ ആമേൻ ജീവനും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ശരീരവും ആത്മാവും തമ്മിലുള്ള ആമേൻ 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 ആ ഒരു സംഘർഷമുണ്ടായത്, അതിനെ ഇന്ന് പകലിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അത് വഴിമാറിപ്പോകട്ടെ. കർത്താവിന്റെ കരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കൃപയോട് കേട്ട് ഉത്തരമരുളണം നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.